എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ട്രേഡിങ്ങിന് സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണ് ഈ കാണുന്നത്. അതിൽ 4 ഷെയർ മാർക്ക് ചെയ്തേക്കുന്നത്. ആ 4 ഷെയറുകൾ ആവറേജ് ചെയ്യുന്ന നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകളായിരുന്നു. അതിൽ ആവന്തി ഫീഡ് എന്ന് പറയുന്ന ഈ ഷെയർ ആവറേജിന് മുകളിൽ പോയി. പക്ഷെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക് നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഈ മുദ്ര, പിന്നെ നസാറ, ഡാറ്റാമെറ്റിക്സ്, ഇത് മൂന്നും നമുക്ക് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം ഡാറ്റാമെറ്റിക്സ്, അതിൻ്റെ ആവറേജ് നോക്കിയാൽ 757.85. ഡാറ്റാമെറ്റിക്സ് R1 വരെ വന്നില്ല. നമ്മൾ ആവറേജ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലെവലുകൾ വന്നില്ലെങ്കിലാണ് നമ്മൾ ആവറേജ് നോക്കുക. ഈ ലെവൽ വന്നില്ല. നമ്മൾ ഇത് ഹൈ 769 വരെ അടിച്ചു. അതിനുശേഷം 757 റേഞ്ച് വരും. 757.85 ആ റേഞ്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. അതിന് താഴോട്ട് ഇറങ്ങുമ്പോൾ എൻട്രി നമ്മൾ 757 റേഞ്ചിൽ എടുത്താൽ ഏകദേശം 739 738 വരെ തന്നിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 18-19 രൂപ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിനുശേഷം അത് കയറിയിട്ടേ ഇല്ല. അതിനുശേഷം അടുത്ത ഷെയർ നമുക്ക് നസാറ ടെക്നോളജി. അതെനിക്ക് തോന്നുന്നു ലെവലേ വന്നിട്ടാണ് അറിയുന്നത്. നസാറ ഇപ്പം ഇത് കണ്ടില്ല, ഈ ലെവലേ വന്നിട്ട് നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. അതിനുശേഷം ഈ മുദ്ര, ഈ മുദ്രയുടെ ആവറേജ് 479 സംതിങ് ആയിരുന്നു. ഇത് കണ്ടില്ല, ഈ റേഞ്ച്, ഇത് ഈ 481 അടിച്ചിട്ട് 479 റേഞ്ച് താഴെ പോയി. ആ സമയത്ത് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ 479, ഈ റേഞ്ചിലെടുത്ത് 78-79 എടുത്തിരുന്നെങ്കിൽ 66 സംതിങ്. അപ്പോൾ ഏകദേശം ഒരു 12 രൂപയ്ക്ക് മുകളിൽ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് കയറി ഇത് കണ്ടില്ല, ഈ ആവറേജ് അവിടെ നിൽക്കുമ്പോഴേ ഓർത്തണം അത് തിരിച്ച് കയറി പോകാനുള്ള ചാൻസാണ്. അപ്പോൾ നമ്മളവിടെ വീണ്ടും എടുക്കാതിരിക്കുക. പിന്നീട് നമുക്ക് നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് തന്ന ഷെയറുകളാണൊന്ന് ആവന്തി ഫീഡ്. ആവന്തി ഫീഡ് കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ ഹെവി മൂവ്മെൻറ്റാണ്. ഹൈയിൽ ഓപ്പണായി നേരെ അങ്ങ് പോവാം മുകളിലോട്ട്. മുകളിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ R1 പ്രീവിയസ് ഡേ ഹൈ എവിടെ വന്നാണോ തിരിയുന്നത് ആ റേഞ്ചിൽ നിന്ന് എടുക്കും. ഇതിപ്പം പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 മുകളിൽ പോയി 97 സംതിങ് വരെ പോയി. അതിനുശേഷം അതിൻ്റെ R1 87 ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ എൻട്രി എടുത്ത് 487 റേഞ്ചിൽ എൻട്രി എടുത്താൽ നോക്കിയേ, ഇവിടെ 558. നമ്മളിവിടെ എടുക്കുന്നത് 586-87 റേഞ്ചിലെടുത്താൽ 558 എന്ന് പറയുമ്പോൾ ഏകദേശം 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ അത് ലാസ്റ്റ് ടൈം വീണ്ടും നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. അതിനുശേഷം പാൽഡർ ടെക്നോളജി എന്ന് പറയുന്ന ഷെയർ. പാൽഡർ ടെക്നോളജി ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, നേരെ പോയി R1 അടിച്ചു, R2 പോയില്ല, R1 താഴെ ഇറങ്ങി. R1 താഴെ ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിന് മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് ഇവിടെ എൻട്രി എടുക്കും. 222 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് ഒരു 10-20 മിനിറ്റ് കൊണ്ട് 205 വരെ തരുന്നുണ്ട്. നമ്മൾ എൻട്രി എടുക്കുന്നത് 222, ഇത് ഏകദേശം 17 രൂപ പ്രോഫിറ്റ്. അതിനുശേഷം വീണ്ടും ആവറേജ് വരും, കുറച്ചിറങ്ങും, അങ്ങനെ ലാസ്റ്റ് ഇറങ്ങി തന്നെ നിൽക്കുക. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം അത് കയറിയിട്ടില്ല. അതിനുശേഷം നമുക്ക് FIEM ഇൻഡസ്ട്രീസ് എന്ന ഷെയർ. ഓപ്പണിങ്ങിൽ R1 മുകളിൽ പോയി ഇറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കും. 2540 റേഞ്ച് എൻട്രി എടുത്താൽ 2495 വരെ തന്നു. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന എൻട്രി ഏകദേശം 50 രൂപ പ്രോഫിറ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നു. വീണ്ടും തിരിച്ച് കയറിപ്പോയി ഹൈ അടിച്ചു. ഹൈ അടിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട്
ഈ റേഞ്ച് മുകളിലോട്ട് പോകുന്നെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് എൻട്രി എടുക്കും. ഇതങ്ങനെ പോയില്ല. കുറച്ച് ഹൈ അടിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങി വന്നപ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. വീണ്ടും ഇവിടെ എൻട്രി എടുത്ത് 2546 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ വീണ്ടും അത് 2515, 503 ലാസ്റ്റിൽ ഇന്നത്തെ ലോയിൽ വന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും 50 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഞാനിതിൽ നല്ല രീതിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവന്തി ഫീഡൊക്കെയാണ് ഞാൻ എടുത്ത ട്രേഡുകൾ. അതിനുശേഷം ആഷ്യാന ഹൗസിങ്ങിനകത്ത് ഓപ്പണിങ്ങിൽ തന്നെ ചാൻസ് തരുമോ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. നമ്മളിവിടെ എൻട്രി 321, 22 റേഞ്ച് എൻട്രി എടുത്താൽ 308, ലാസ്റ്റ് ടൈമിൽ 304, നമ്മൾ 320 റേഞ്ചിലെടുത്താൽ നമുക്ക് 16 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. അതിനുശേഷം പാൾറഡ് ടെക്നോളജി, അതും ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് നേരെ മുകളിലേക്ക് R1 മുകളിൽ പോയി. അതിനുശേഷം R1 മുകളിൽ എന്ന് പറയുമ്പോൾ 230 വരെ പോയി. നമുക്ക് ഇവിടെയാണ് എൻട്രി എടുക്കേണ്ടത്. ഒന്നിൽ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ എടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എടുക്കാം. 222 റേഞ്ചിലെടുത്താൽ നമുക്ക് ഇതെത്രയാണ്, ഇതിപ്പം നമ്മൾ പറഞ്ഞതെന്ന് തോന്നുന്നു പാൾറഡ് ടെക്നോളജി. ഓക്കെ, പിന്നീട് നമുക്ക് നസാറ ടെക്നോളജി. നസാറ കണ്ടില്ല, പ്രീവിയസ് ഡേ ഹൈ R1 പോയിട്ട് ഇറങ്ങി. നമ്മളിവിടെ ഈ റേഞ്ചിൽ എൻട്രി എടുക്കും. 977 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നോക്കി 940 വരെ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഈ റേഞ്ചിൽ കട്ട് ചെയ്യാൻ പറ്റും. 950 റേഞ്ചിൽ നമ്മളെടുക്കുന്നത് ഇവിടെ 977, ഏകദേശം 10-25 രൂപ ഇവിടെ തന്നെ കിട്ടും. 30-35 രൂപ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേറെ പല ഷെയറും ഞാൻ പറയാം. ഇതിനകത്ത് ഈ മിഡ്കോൺ എന്ന് പറയുന്ന ഷെയർ നമുക്ക് ചാൻസ് തന്നു, 2 പ്രാവശ്യം ചാൻസ് തന്നു, പക്ഷേ തിരിച്ച് കയറിപ്പോയി. ആക്സലേക്കകത്തും ചാൻസ് വന്നിട്ട് ചെറിയ ചാൻസുകളേ ഉള്ളതേ ഉള്ളൂ. ഈ ബിർള മണി ഒന്നും നമ്മുടെ റേഞ്ചിൽ വന്നിട്ടില്ല. ആവറേജ് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ഈ പ്രീവിയസ് ഡേ ഹൈ വന്നിട്ടില്ല. RBZ ജുവലറി വന്നിട്ടില്ല. ഈ മോട്ടിസൺ എന്ന് പറയുന്ന ഈ ഷെയർ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. മോട്ടിസൺസ് അത് ഡൗൺ സർക്യൂട്ടായി പോയി. ഇത് കണ്ടില്ലേ, ഫസ്റ്റ് ടൈമിൽ ഇതിൽ ഫസ്റ്റ് ഒരു എൻട്രി എടുത്ത് ഞാനതിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഞാൻ പിന്നെ അതിനകത്ത് ട്രേഡ് എടുത്തില്ല. ഇത് ഫസ്റ്റ് എൻട്രി ഈ റേഞ്ചിൽ വന്നിട്ട് തിരിച്ച് കയറിയ ഇവിടെ തന്നെ ഇവിടെ അല്ല ഞാൻ എൻട്രി എടുത്തത്, ഞാൻ ഇച്ചിരി മുകളിലാണ് എടുത്തത്. പക്ഷേ എങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിയത് ഇതായിരുന്നു. അന്നേരത്തെ ഹൈ ഇതായിരുന്നു. ഇതിന് മുകളിൽ കൊണ്ട് ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷേ രണ്ടാമത് തിരിച്ചിറങ്ങിയ സമയത്ത് കണ്ടില്ല. ഈ റേഞ്ചിൽ എൻട്രി എടുത്തായിരുന്നു നല്ല സൂപ്പർ പ്രോഫിറ്റ് കിട്ടിയതിന്. വീണ്ടും തിരിച്ച് ആ റേഞ്ച് ഇറങ്ങിയപ്പോൾ എൻട്രി എടുത്തിട്ട് വീണ്ടും തിരിച്ച് ഈ ഹൈയുടെ മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. നോക്കിയേ, 240 റേഞ്ചാണ് അത് ഇവിടെ വന്നു. 206 സംതിങ് അത് ലോവർ സർക്യൂട്ട് അടിച്ച ഷെയർ. പക്ഷേ അതിൽ ഞാൻ ലോസാണ് ബുക്ക് ചെയ്തത്. പക്ഷേങ്കിൽ ടോട്ടൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഷെയർ മാത്രം ലോസ് അടിച്ചു. ഇതാണ് ഇന്നത്തെ ട്രേഡിങ്ങിൽ നമുക്ക് ചാൻസ് വന്നിട്ടുള്ള ഷെയറുകൾ. ഇനി നമുക്ക് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടി ഉള്ള ഷെയറുകളാണ് ഇതിൽ ആവന്തി ഫീഡ് എന്ന് പറയുന്ന ഷെയർ, അത് അതിൻ്റെ ആവറേജ് 573 ആണ്. ഈ 573 റേഞ്ചിൽ നിന്ന് ഇത് ഇവിടെ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടി ഇവിടുത്തെ. ബാക്കിയുള്ള ഷെയറുകളെല്ലാം നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ തന്നെ. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചിട്ടില്ല, നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എവിടെയെങ്കിലും എന്താണ് പറയുന്നത്, ഒരു മിനിറ്റ്, ഇതിൻ്റെ 22 ഇതുപോലെ R1 R2 റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും വന്നിട്ട് തിരിയുന്ന കണ്ടാൽ പിന്നെ അതിൻ്റെ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ബാക്കി ഇത്രയും ഏകദേശം 18 ഷെയറുകളുണ്ട്. ഇതിലെ ഈ ഡ്രഡ്ജിങ് കോർപ്പറേഷനൊക്കെ നല്ല ചാൻസ് തരാൻ സാധ്യതയുണ്ട്. ഡ്രഡ്ജിങ് കോർപ്പറേഷൻ
അപ്പർ സർക്യൂട്ടാണ്. അത് ഈ 800 റേഞ്ചിൽ പോയിട്ട് ഈ റേഞ്ചിലെങ്ങാണ് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ TFCI ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ, ഇതും അതുപോലെ തന്നെ ഏകദേശം ഈ R11 ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ എൻജിനീയേഴ്സ് ഇന്ത്യ, ഈ RBZ ജ്വല്ലറി, അത് റിസ്ക് ഉള്ള ഷെയറാണ്. പക്ഷേ അത് ഇറങ്ങുവാണ്. ഇപ്പോൾ ഇന്ന് മോട്ടിസൺ പോയ പോലെ ഡൗൺ സർക്യൂട്ട് അടിക്കാൻ ചാൻസ് ഉള്ള ഷെയറാണ്. നാളെ നോക്കി ചെയ്യുക. നമ്മളെപ്പോൾ എൻട്രി എടുത്താലും സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആയപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വേറെ ചാൻസ് കിട്ടും. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.